إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم الله رب العزة നമ്മുടെ എല്ലാ ദോഷവും പുറത്തു തരുമാറാകട്ടെ. ശുദ്ധ റമദാൻ എന്നാൽ തന്നെ കരിച്ചു കളയുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അവസാന വെള്ളിയാഴ്ചയോടുകൂടി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലോടുകൂടി എല്ലാ പാപങ്ങളും അല്ലാഹു കരിച്ചു കളയുമാറാകട്ടെ. ദോഷങ്ങളൊക്കെ പുറത്ത് സംശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ശരീഫിന് സലാം പറയുന്ന വളരെ വികാര നിർഭരമായ രംഗം നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ السلام عليك يا شهر العفو والغفران السلام عليك يا شهر البركة والرضوان السلام عليك يا شهر الإفطار والإطعام السلام عليك يا شهر السرور والتراويح പുണ്യങ്ങളുടെ പൂക്കാലമേ, വസന്തോത്സവമേ, നിനക്ക് സലാം. സമൃദ്ധിയുടെയും സുഭിക്ഷതയുടെയും ഇഫ്താറിന്റെയും മാസമേ സലാം. തറാവീഹിന്റെ മാസമേ സലാം. പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളുടെ മാസമേ സലാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ റമദാൻ ഷരീഫിന്, റമദാൻ കരീമിന് വിട പറയുന്ന, സലാം പറയുന്ന രംഗം ഇന്ന് പള്ളി മിമ്പറുകളിൽ നിന്ന് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. അതിനുശേഷം ഒരു വാചകമുണ്ട്. ആ വാചകമാണ് എന്നെയും നിങ്ങളെയും പിടിച്ചു കേൾക്കുക. ഒരാൾക്കും അറിയാനോ പറയാനോ ഉറപ്പിക്കാനോ പ്രവചിക്കാനോ സാധ്യമല്ല. കാലം തന്നെ അവശേഷിപ്പിക്കുമോ? ഈ വിശുദ്ധ മാസം തനിക്ക് ആവർത്തിച്ചു വരുമോ? ഈ വിശുദ്ധ മാസം തനിക്ക് ആവർത്തിച്ചു വരുമോ? പറയാനോ ഉറപ്പിക്കാനോ സാധ്യമല്ല. അല്ലാത്തൊരു വാചകമാണ്. എല്ലാ നബാത്തിയ കുത്തുബകളിലും, എല്ലാ കുത്തുബകളിലും നമുക്ക് ആ വാചകം കേൾക്കാൻ സാധിക്കും. സലാം പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, ഫഇന്നഹു ലാ യഅലമു അഹദ ഹൽ യുംഹിലുഹു ദഹർ ഇലാ അൻ യഖറ അലൈഹി ഹാശ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ഒരുപാട് റമദാൻ ശരീഫുകളെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് നിരതമാക്കാനും ചൈതന്യമാക്കാനും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുക, ഒരു വലിയ ചിന്തക്ക് വിധേയമാക്കുക. റമദാന് ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞു, മൂന്നാമത്തെ 10 അതിന്റെ പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
പകുതിയും അവസാനിച്ചിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലെ എത്തി നിൽക്കുമ്പോ നാം ഒരു ആത്മപരിശോധന, ആത്മപരിചിന്തനം നടത്താൻ തയ്യാറാണ്. ഞാൻ എന്തൊക്കെ ചെയ്തു ഈ റമദാൻ? ശരി, ഒരു കൂട്ടിക്കിഴക്കലുകൾക്ക് വിധേയമാണ്, ഒരു ഹിസാബിന് വിധേയമാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇടയ്ക്കിടെ പറയാറുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു ബാദിറു ഖബ്ല അൻ തുഅലമു. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വന്തം ഒരു ഹിസാബ് നടത്തുക, വിചാരണ നടത്തുക, ആത്മപരിശോധന നടത്തുക. ഖബ്ല അൻ തുഹാസബു, വലിയൊരു വിചാരണ, വലിയൊരു ഹിസാബ്, വലിയൊരു ഹിസാബ് നിങ്ങൾക്കൊക്കെയും അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ വരാൻ വേണ്ടി പോകും. അവിടെ ന്യായം മാത്രം നടക്കും, അവിടെ ഒരിക്കലും തന്നെ അന്യായം നടക്കില്ല. അവിടെ നീതി മാത്രമേ നടക്കൂ, അന്യായം ഒരിക്കലും നടക്കില്ല, അനീതി ഒരിക്കലും നടക്കില്ല. ഒരു ഇടപെടലിനും സാധ്യമല്ല, ഒരു നിലക്കുള്ള ഇടപെടലും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു വിചാരണ, അങ്ങനെ ഒരു ഹിസാബ് നമുക്കൊക്കെയും വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഉറപ്പാക്കി തരുമാറാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ വലിയ ഹിസാബ്, വലിയൊരു വിചാരണ നമുക്കൊക്കെയും സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ, പടച്ച തമ്പുരാന്റെ മുന്നിൽ ആ ഹിസാബിനെ പടച്ച തമ്പുരാൻ നമുക്കൊക്കെയും എളുപ്പമാക്കി തരുമാറാണ്. ആ ഹിസാബ് വലിയ ഹിസാബ്, അതിനേക്കാൾ വലിയൊരു വിചാരണ ഇനിയില്ല. അതിനുശേഷം ഒരു വിചാരണ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ആ വലിയൊരു ഹിസാബ് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ഒരു ഹിസാബ് നടത്തണേ, അഥവാ ആത്മപരിശോധന, ആത്മപരിചിന്തനം നടത്തണേ. അതാണ് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും പറയും. 25-ാം നോമ്പ്, 25-ാം നോമ്പ്, 25 നോമ്പ് എടുത്തവരാണ്, 25 തറാവിയ നിസ്കരിച്ചവരാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്.